Tell me all your dreams. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ടോട്ട് ബാഗ് കളക്ഷൻസ് ആട്ടോ കാണിക്കുന്നത്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റിയിട്ടുള്ള, കാഷ്വലി ആയിട്ടും അതല്ലാതെ കോളേജ് യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ബാഗ്സ് ആട്ടോ ഈ കാണിക്കുന്നതൊക്കെ. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ റീസെന്റ് ആയിട്ട് മേടിച്ചതുകൊണ്ട് അതല്ലാതെ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു പർപ്പിൾ ബാഗ് കാണിച്ചുതരാം. ഞാൻ ഈ ഒരു ബാഗ് 3 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ ഈ ബാഗിന്. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കൂല. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഞാൻ ഈ ഒരു ബാഗ് 2022 മേടിച്ചതിനി. അന്ന് ഈ ബാഗിന് അത്യാവശ്യം നല്ല രീതിക്ക് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 500 രൂപന്റെ അടുത്തൊക്കെ ഉണ്ടേനി. എന്നാലും ഞാൻ കണ്ണും പൂട്ടി മേടിച്ചതേനി. ഇത്രയും കാലം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസക്ക് മേടിക്കുന്നത് മുതൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇതിന് നല്ല രീതിക്ക് പ്രൈസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 300 സംതിങ് ഒക്കെ ഈ ഒരു ബാഗ് ഉള്ളൂ. അന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിന്നാണ്. ഇപ്പം ഇങ്ങനത്തെ ബാഗൊക്കെ ഫ്ലിപ്പിലൊക്കെ കാണാനുണ്ട്. ഉള്ളിൽ നേരത്തെ കാണിച്ച പോലെ 3 ബട്ടൺസ് ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ചല്ലോ അതേപോലെ 2 പോക്കറ്റ് കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ പറ്റൂ ട്ടോ. ഈ ബാഗ് കണ്ടാല് പറ്റൂല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ ഇതേപോലെ 3 ബട്ടൺസ് ഉണ്ട്. ഉള്ളിൽ എക്സ്ട്രാ 2 പോക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ തന്നെ വേറെയും കുറെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സിംഗിൾ കളർ ആയിട്ട് യെല്ലോ, ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 കളറിൽ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ പ്രിന്റഡ് ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. രണ്ടാമത് കാണിക്കുന്ന ഈ ഒരു ബാഗ് റീസെന്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോട്ട് ബാഗ് ആണ് കേട്ടോ. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് ഇത്. ഈ ഒരു ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് വെറും 140 രൂപക്ക് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. അതിൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈസ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ കാണാം. 180, 145 അങ്ങനെ പ്രൈസ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ കാണലുണ്ട് കേട്ടോ. അപ്പൊ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു ബാഗിന് വരുന്നത് ഇതേപോലെ സിപ്പ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സിപ്പ് ഓപ്പൺ ആക്കിയാല് കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര കനമുള്ള സാധനങ്ങളൊന്നും മീൻസ് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും ഇതിൽ അങ്ങനെ ഇട്ട് കൊണ്ട് നടന്നിട്ടില്ല. ചെറിയ വെയിറ്റ് ഉള്ള ഇതേപോലെ കുറച്ച് ബുക്സ്, ഫോണ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ തന്നെ പല കളേഴ്സിലുള്ളതും ഉണ്ട്. പലത് പറയുമ്പോ അങ്ങനെ കുറെ കളർ ഇല്ല. ബ്ലാക്ക് ഉണ്ട്, ഇതിന്റെ ഡാർക്ക് ബ്രൗൺ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. ഈ കളറൊക്കെയാണ്. പിന്നെ അതേപോലെ ഒരു ക്രീം കളറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ട്രെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബാഗെങ്കിലും കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഒരു വൈറ്റ് ബാഗ് കൂടി ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ടേനി. അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അടുത്തത് ഒരു വൈറ്റ് ടോട്ട് ബാഗ് ആണ് കേട്ടോ. ഒരു കൊറിയൻ സ്റ്റൈലിൽ വന്നിട്ടുള്ള ബാഗാണ് ഇത്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ബാഗൊക്കെ കാണലുണ്ട്. അങ്ങനെ കണ്ടിട്ടാണ് ഈ ഒരു ബാഗും മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബാഗ് മാത്രമല്ല, മുന്നേ കാണിച്ചിട്ടുള്ള 2 ബാഗ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ട്. കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ആദ്യം കാണിച്ചിട്ടുള്ള ആ പർപ്പിൾ ബാഗൊക്കെ ഞാൻ കുറേ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് സെർച്ച് ചെയ്ത് അന്ന് ആമസോണിൽ അങ്ങനെ കണ്ടു മേടിച്ചതേനി കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പക്കാ വൈറ്റ് ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വൈറ്റ് ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു പോക്കറ്റ്, പിന്നെ സെൻട്രൽ ഇതേപോലെ ഒരു ബട്ടൺ വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമില്ലാതെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ ഒരു ബാഗൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ഈ ബാഗ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു കൊറിയൻ ടൈപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു ബാഗാണ്. ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് 177 രൂപക്ക് മീഷോന്ന് മേടിച്ചത് കേട്ടോ. പക്ഷെ ഇത് കിട്ടിയപ്പോ ഇതിന്റെ കൂടെ ഒരു കൂപ്പണും കൂടി ഉണ്ടേനി. അതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മൾ കുഴപ്പമില്ലാതെ നല്ലൊരു റിവ്യൂ കൊടുത്തിട്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അടുത്തത് വീണ്ടും ഒരു വൈറ്റ് ബാഗിനെയാണ്. ഞാൻ ആദ്യം കാണിച്ചല്ലോ, ആദ്യം മീൻസ് രണ്ടാമത് കാണിച്ചിട്ടുള്ള ആ ഒരു ബാഗിന്റെ സെയിം സാധനം ഒരു വൈറ്റ് ബാഗാണ് കേട്ടോ. ഇത് വൈറ്റ് പറഞ്ഞാല് പക്കാ വൈറ്റ് ആയിട്ടല്ല, ഒരു കുറച്ചൊക്കെ ഒരു ഫെയ്ഡായിട്ട് ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ ഈ ഒരു ബാഗിലും സെയിം സംഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ വൈറ്റിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണെന്നൊക്കെ പറയാം.
കാരണം മറ്റേ ബാഗ് ഞാനൊരു 140 രൂപക്കാണ് മേടിച്ചെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് മേടിച്ചത് 197 അതായത് 200 രൂപ തന്നെ പറയാം. മീഷോയിൽ ഈ ഒരു ബാഗിന് കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ് കേട്ടോ. 200ന്റെ മേലേക്കൊക്കെ വരുന്നുണ്ട്. 220, 240, 260 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോണുണ്ട്. ഫ്ലിപ്പിന്ന് ഞാൻ ഈ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നത് 197 ഫ്ലിപ്പിൽ തന്നെ നമുക്ക് 200ന്റെ മേലക്കൊക്കെ ഈ ഒരു സെയിം സാധനം കാണാട്ടോ. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രൗണിന്റെ പക്ക ആ ഒരു സെയിം സാധനം തന്നെയാണ്. ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ബ്രൗൺ ബാഗ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു പർപ്പിൾ ബാഗ് ആയിട്ട് കുറെ സിമിലർ ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. ക്ലോത്ത് ഒക്കെ സെയിം സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോ കാണിക്കണ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, പിൻട്രസ്റ്റ് ഞാൻ കുറെ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ അതായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. ഫ്രണ്ടില് ഇതില് 2 പോക്കറ്റ് ആണ് വരുന്നത്. ആ കാണിച്ചിട്ടുണ്ടായിരുന്ന പിക്ചറിൽ വലിയൊരു പോക്കറ്റ് ആണ് വരുന്നത് എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ബട്ടൺ ആണ് ബാഗ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബാഗിന്റെ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറെ മുന്നേ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗിന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന കുറച്ച് ബാഗാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഈ ഒരു ബാഗിന് വന്നിട്ട് 338 ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പർപ്പിൾ ബാഗ് കാണിച്ചതിന്റെ അത്ര പോലും ആവണില്ല. പക്ഷെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള ഈ ഒരു ഷോർട്ട് കുർത്തി കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കുർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്പിന്ന് മേടിച്ചതാണ്. അതും വെറും 240 രൂപ കിട്ടോ. ആ ഒരു ബേസിക്ക് ഇതൊരു എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് കുർത്തി തന്നെയാണ്. അപ്പൊ ഷോർട്ട് കുർത്തിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് മേടിച്ചു നോക്കി.